അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഫിത്ർ സക്കാത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. കാരണം ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ അളവ് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ അളവുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അളവ് വ്യത്യാസപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായും ആളുകൾക്കിടയിലുള്ള ഒരു സംശയമാണ്. നാം മനസ്സിലാക്കേണ്ടത്, അരിയുടെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അളവനുസരിച്ച്, അതിൻ്റെ തൂക്കമനുസരിച്ച്, അത് തൊണ്ടുള്ളതും തൊണ്ടില്ലാത്തതും അതനുസരിച്ച് ഈ അളവ് പാത്രത്തിൽ വെക്കുമ്പോൾ ആ അളവിൽ വ്യത്യാസം വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്വാ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു സ്വാ അമിനത്വം, ഒരു സ്വാ ഭക്ഷണം കൊടുത്തു എന്നാണ്. ഈ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോ മുതൽ 3 കിലോ വരെ വരും. അതായത് ക്ലിപ്തമായി 1 കിലോ എന്ന് അല്ലെങ്കിൽ 2 കിലോ എന്ന് പറയാത്തതിൻ്റെ കാരണം ഇതിൽ അളക്കുന്ന ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും അതിൻ്റെ സൈസ് അനുസരിച്ച്, തൊണ്ടുള്ളതും തൊണ്ടില്ലാത്തതും അനുസരിച്ച് ഒക്കെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. ഏതായാലും ഹദീസിലുള്ളത് ഇപ്രകാരമാണ്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, കുന്നാ നുഖ്രിജു ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഫിത്രി സ്വാ മിന ത്വആം. ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സ്വാ ഭക്ഷണമാണ് ഫിത്ർ സക്കാത്തായി കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഏകദേശം 2.5 കിലോ മുതൽ 3 കിലോ വരെയുള്ള തൂക്കമാണ്. ഏതായാലും 2.5 കിലോയിൽ കുറയുകയും വേണ്ട, 3 കിലോയിൽ കൂടുകയും വേണ്ട. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ അളവ് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാ എന്ന അളവ് പാത്രത്തിൽ വരുന്ന അരിയുടെ വ്യത്യാസം അനുസരിച്ചാണ് ഈ അളവ് വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിൽ 2.5 കിലോ കണക്കാക്കി ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൊടുക്കണം. 3 കിലോയിലധികവും വേണ്ടതില്ല. ഇതാണ് ഒരു സൂക്ഷ്മമായ നിലപാടെന്ന രൂപത്തിൽ ഇതിൻ്റെ അളവ് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.